गुरो श्रीयुतपदगमनं श्रीगुरो वैष्णवां च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धु जगत्पदे गोपेश गोपिकान्त राधाकान्त नमोऽस्तुते सप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम हरे राम हरे हरे करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ഓം തത്സത്. ഹരേ കൃഷ്ണ. എന്റെ മൊബൈലിലെ ചാർജ്. ഹരേ കൃഷ്ണ. വളരെ സുമധുരമായ നല്ല ഒരു സുദിനം കടന്നിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ആ സുദിനം ഞാൻ ഇന്നത്തെ ദിവസത്തെ കുറിച്ചല്ല പറയുന്നത്. ശ്രേഷ്ഠനായ വ്യക്തിയുടെ എന്താണ് ശ്രേഷ്ഠത? ആ ശ്രേഷ്ഠനായ വ്യക്തിയുടെ നമ്മുടെ മുന്നിലുള്ള ആവിർഭാവമായിരുന്നു 12-ാം തീയതി. ചൊവ്വാഴ്ചയല്ലേ തോന്നുന്നത്? ചൊവ്വാഴ്ച ബുധനാഴ്ചയാണ്? ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രത്യേകത അത് നമുക്ക് അവിടെ നിൽക്കട്ടെ. കാര്യം ഞാൻ 1982-83 സംതിങ് 82-83 ആദ്യമായിട്ട് കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളില് ഒരു പ്രസംഗ മത്സരം, ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ ഒരു പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. അന്നത്തെ വിഷയം ഗാന്ധിജി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിലെന്നതല്ലായിരുന്നു. ആദ്യമായിട്ടാണ് അത്ര ഒരു പബ്ലിക് വേദിയിൽ ഞാൻ സംസാരിക്കുന്നത്. അത് തയ്യാറാക്കിയ, അത് റെഫർ ചെയ്ത് റെഡിയാക്കിയത് പുസ്തകം, എന്നെ സഹായിച്ചത് എന്നെ ഇംഗ്ലീഷിന് ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറായിരുന്നു. എടുത്ത പുസ്തകം, റെഫർ ചെയ്ത പുസ്തകം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. ഹലോ, ഏകദേശം 4 ഫുൾ സ്കാപ്പ് പേജ് ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്ത് വന്നപ്പം. 5 മിനിറ്റ് ആണ് സമയം. എന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന സാറ് ചോദിച്ചു, ഇത് 5 മിനിറ്റ് കൊണ്ട് നിനക്ക് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായാലും ഗുരുവിന്റെ അനുഗ്രഹം, 5 മിനിറ്റ് കൊണ്ട് 4 ഫുൾ സ്കാപ്പ് പേജ് പറഞ്ഞു തീർത്തു. പക്ഷേ ഒറ്റ വാക്കിലാണ് നിർത്തിയത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ച നാം എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രരാണോ എന്ന ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് അവിടെ നിർത്തിയത്. ആ ചിന്തകളിലൂടെ വന്നു. ഇന്ന് സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ നമ്മുടെ ചിന്തകൾ ശരിയാണെന്ന് തോന്നുന്നു. ഭഗവാനിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ആ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെയും എപ്പോഴും നമ്മുടെ സൃഷ്ടികർത്താവിനെ വിളിക്കാൻ പറ്റുക, പ്രതിഷ്ഠിക്കാൻ പറ്റുക, ആരാധിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. അത് പരിപൂർണമായി സംഭവിക്കാത്തിടത്തോളം കാലം ഭാരതം സ്വതന്ത്രമല്ല. ഹരേ കൃഷ്ണ. ഇന്ന് ആ ജന്മാഷ്ടമി മധുരാപുരിയിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്.
കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാ ജനിച്ചത് നമ്മുടെ അടുത്ത്? ഇന്ന് കുട്ടികൾ ആരുമില്ല. സിമ്മി വീഡിയോ ഒന്ന് കാണിക്കൂ, എന്നിട്ട് ഓഫ് ചെയ്യൂ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ രാമായണത്തിലൂടെ വന്നു. ശ്രീരാമചന്ദ്രൻ ജനിച്ചതിന്റെയും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായതിന്റെയും, സാധാരണ ലാംഗ്വേജിൽ പറഞ്ഞതാണ് ജനിച്ചതെന്ന്, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായതിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലായി രാമായണത്തിലൂടെ. രാമായണം ആരുടെ കാരണം കൊണ്ടാണ് ഉണ്ടായതെന്നും നമുക്ക് മനസ്സിലായി. വാൽമീകി മഹർഷി എന്നതിലുപരി ദശരഥനെ കൊണ്ടാണ് രാമായണം ഉണ്ടായത്. വോയിസ് ഒന്നും കേൾക്കില്ല. ഹരേ കൃഷ്ണ, കേൾക്കാൻ പറ്റുന്നില്ലേ? എന്നോടാണോ പറഞ്ഞത്? കേൾക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് വോളിയം കുറഞ്ഞതുപോലെ. ഒരു മിനിറ്റ്, എന്റെ വോളിയം എന്തോ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. 74 കൂടുന്നില്ല. ഇനി ഞാൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തം സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, അപ്പം കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടു മധുരാപുരിയിൽ ജനിച്ചു? ആദ്യം പറയാം. കംസനെ കൊല്ലാനായിട്ട്. ഓക്കെ, കംസനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നീട് യഥാ യഥാ ഹി ധർമ്മസ്യ. യഥാ യഥാ ഹി ധർമ്മസ്യ. ഓക്കെ, പിന്നീട് പരിത്രാണായ സാധൂനാം. പരിത്രാണായ സാധൂനാം. ഓക്കെ, പിന്നെ പിന്നെ വിനാശായ ചതുഷ്കൃതം. അതെല്ലാം ഒരേ ശ്ലോകത്തിൽ തന്നെ ഉള്ളതല്ലേ? ഞാനത് തീർക്കാന്ന് വിചാരിച്ചു. പിന്നെ ധർമ്മം റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും ധർമ്മം റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഭഗവത്ഗീത പറയണം. കാരണം ഭഗവത്ഗീത കണക്ഷൻ മുറിഞ്ഞു പോയി, അതുകൊണ്ട് വീണ്ടും പറയുന്നെന്ന് പറയുന്നു. പിന്നെ പിന്നേതാ? വാസുദേവരെയും ദേവകിയെയും രക്ഷിക്കാനായിട്ട്. വാസുദേവരെയും ദേവകിയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വാസുദേവരെയും ദേവകിയും എന്തിനു വേണ്ടിയിട്ട് രക്ഷിക്കാൻ? അവര് ജയിലിലായിരുന്നല്ലോ. ഓക്കെ, എന്നിട്ട് ഉഗ്രസേനനും ജയിലിലായിരുന്നു. അപ്പൊ ഉഗ്രസേനനെ രാജാവാക്കാനായിട്ട്. ഓക്കെ, ഓക്കെ. ഞാനൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അങ്ങനെ ഒരു അശരീരി ഉണ്ടായത് കൊണ്ടല്ലേ ജയിലിൽ അടച്ചത്? അതെ, അതാണ്. അപ്പം പിന്നെ അവിടെ ജനിച്ചത് അതുകൊണ്ട്, അതിനു വേണ്ടിയിട്ടല്ലല്ലോ. അതിനു മുമ്പ് ഭൂമിദേവിയും എല്ലാ ദേവന്മാരും ബ്രഹ്മദേവന്റെ അടുത്ത് പോയി അപേക്ഷിക്കുമല്ലോ, ഈ ദൈത്യ രാജാക്കന്മാരുടെ ദ്രോഹം കാരണം. അപ്പൊ അങ്ങനെ ബ്രഹ്മദേവൻ ഭഗവാന്റെ അടുത്ത് അങ്ങനെ പറയും, അങ്ങനെ ഭഗവാൻ പറയുമല്ലോ ഭൂഭാരം തീർക്കാനായിട്ട്. അതെ. ഇനി ആർക്ക് വേറെ എന്തെങ്കിലും ആൻസേഴ്സ്? അമൃത മാതാജി, ശുഭമാതാജി പറയാം. സുരേഷ് ഗോപി അവർകൾ. പ്രസീത 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 മാതാജി. ഒരു ശ്ലോകം വന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഇതിനകത്ത് വിഷ്ണു സഹസ്രനാമത്തിനാണോ വരുന്നത്? ഹരേ കൃഷ്ണ. പ്രസീത പ്രസീത ദേവദേവേശ സന്ധി. ഓക്കെ, ഹരേ കൃഷ്ണ. ഒന്നും പറയുന്നില്ല? അമൃത മാതാജി ഒന്നും പറഞ്ഞില്ല. എന്താ ഇപ്പൊ മാതാജി പറഞ്ഞത്?
അല്ലല്ല, ഞാൻ ആക്ച്വലി വിഷ്ണു സഹസ്രനാമമാണോ അതോ കൗസല്യ സുപ്രഭ, വൺ ഓഫ് ദം. MS സുബ്ബലക്ഷ്മിയാണ് പാടുന്നത്. അതെ അതെ. ഓൾസോ ഐ തിങ്ക് ഭക്തി അല്ലെങ്കിൽ ഭഗവാനിലുള്ളൊരു വിശ്വാസം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ എന്ന് പറയുന്നത് ധർമ്മം റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. യഥായഥായ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ. ധർമ്മം പുനഃസ്ഥാപിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ വന്നു എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ പിറന്നാള് നമ്മൾ വളരെ ആഘോഷപൂർവം വളരെ കൊണ്ടാടാറുണ്ട്. ഭഗവാന്റെ ആ അപ്പിയറൻസ് ഡേ, പ്രത്യക്ഷ ദിനം, അതേ മനസ്സോടെയോ അതല്ല അതിലുപരി ഇത്തിരിയും കൂടെ ഒരു പടി മുന്നിലോ എത്ര പേര് ആനന്ദത്തോടെ ആഘോഷിച്ചു? എന്റെ സംരക്ഷകന്റെ ജന്മദിനമാണ്, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനേക്കാൾ അതല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ ബർത്ത്ഡേയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എന്റെ ഉയർച്ചയ്ക്ക് കാരണമായ ഭഗവാനായി ആ പരമദിവ്യോത്തമന്റെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായ ദിവസമാണ്, അതിന്ന് എനിക്ക് ആനന്ദം കൊള്ളണം എന്ന് എത്ര പേരും മനസ്സിൽ ചിന്തിച്ചു? ഹരേ കൃഷ്ണ. അവിടെയാണ് ഭക്തിയെന്ന് ഞാൻ പറയില്ല, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢതയുടെ എന്താ പറഞ്ഞേ ദൃഢതയുടെ സാന്ദ്രത എന്ന് പറയാൻ പറ്റുമോ? ആഴം, ദൃഢ, അതെ, ബന്ധത്തിന്റെ ആഴം. അത് വെറും നൂലിലാണോ അതോ നല്ല ചങ്ങല കൊണ്ടുള്ള ബന്ധമാണോ എന്നുള്ളതിന്റെ നമ്മൾ സ്വയം അനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഭഗവാന്റെ അവതാര ദിനവും ഒക്കെ ആഘോഷിക്കുക എന്നുള്ളത്. ഭാരതത്തിൽ ജനിച്ച ഒരാള് ജന്മാഷ്ടമി, രാധാഷ്ടമി, ഏകാദശി വ്രതം, മഹാശിവരാത്രി ഇതൊക്കെ ആഘോഷിക്കേണ്ടതാണ് എന്ന് കൃത്യമായി, ആഘോഷിക്കേണ്ടതാണെന്ന് മാത്രമല്ല ആചരിക്കേണ്ടതാണ്, അത് ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് ശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നു. അങ്ങനെ ഭഗവാൻ മധുരാപുരിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ തയ്യാറെടുപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. PDF പേജ് ഞാൻ അയച്ചിരുന്നു, അത് എടുത്തു വെക്കണം. അതിലെ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് വായിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാമായണത്തിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. പലപ്പോഴും പല സമയത്തായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഭഗവാനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിന്തിക്കണം, ഏതൊന്നാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും നമ്മൾ എപ്പോഴും പിൽക്കാല ചരിത്രങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ സ്വാതന്ത്ര്യ ദിനം വന്നു, അതും പിൽക്കാല ചരിത്രങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം പിന്നീട് പുതിയതായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര വർഷമായി സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട്? 72 വർഷം അല്ലേ? എത്ര വർഷമായി? 73 വർഷം കഴിഞ്ഞിട്ടും പുതിയതായിട്ട് പറയാൻ ഒന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കേണ്ട ആ ഒരു ചരിത്രത്തിൽ ശ്രേഷ്ഠമായ ഭഗവാൻ കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. അക്ഷരാണ മകാര അസ്മി എന്ന് പറയുമ്പോൾ 5750 വർഷങ്ങൾക്ക് ശേഷവും ഭാഷയില് പുതിയ ഒരു അക്ഷരം കണ്ടുപിടിച്ചിട്ടില്ല ആദ്യം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഈ ചരിത്രം എന്നും നിലനിൽക്കുന്നതാണ്. ഭഗവാന്റെ അടുത്ത്
ഒരു കഥാപാത്രം ആവലാതി പറയാൻ പോവുകയാണ്. ആ ആവലാതിയിന്മേലാണ് ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കണം, നമ്മൾ എപ്പോൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ സ്നേഹത്തോടെ ഭഗവാന്റെ അടുത്ത് ആവലാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ വെറുതെ വിടില്ല. സുധാമാചരിതം നമ്മൾ കണ്ടതാണ്. ഭാര്യ ഒരുപാട് നാളുകൊണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തല്ലേ കൃഷ്ണൻ, പോയി ആവലാതി പറയൂ. അത് ശരിയല്ല, അത് ഉചിതമല്ല എന്ന് കരുതിയിട്ട് സുധാമ പോകില്ല. അവസാനം പോകാൻ തീരുമാനിച്ചു. ഭാര്യയുടെ നിർബന്ധത്തിൽ പോയി. പറഞ്ഞില്ല. പക്ഷേ കൃഷ്ണൻ മനസ്സിലാക്കി. എന്തുകൊണ്ട്? സുധാമയും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിന്റെ ദൃഢത അത്രയും ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ചു വരുമ്പോൾ ഉദ്ദാനപാലന്റെ മകൻ ധ്രുവൻ എന്തിനു വേണ്ടിയിട്ട് പോയി? അച്ഛനെ പോലെ എനിക്ക് രാജാവാകണം, എനിക്കും ഒരു രാജ്യം വേണം, അല്ലെങ്കിൽ അച്ഛന്റെ രാജ്യം തന്നെ എനിക്ക് കിട്ടണം, ഭഗവാനെ കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാനമ്മയായ സുരുചി ഇവിടെ നിർദ്ദയമായ പെരുമാറ്റം മൂലം അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ നിനക്ക് യോഗ്യതയില്ല, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞില്ല, എന്റെ ഭർത്താവിന്റെ മടിയിൽ ഇരിക്കാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറയുമ്പോൾ ആ 5 വയസ്സുള്ള ആ ധ്രുവൻ വളരെ വിഷമത്തോടെ തന്റെ അമ്മയുടെ അടുത്ത്, സുനീതയുടെ അടുത്ത് വന്ന് വേവലാതി പറയും. അമ്മേ, ഇളയമ്മ അങ്ങനെ പറഞ്ഞു, എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എന്തുകൊണ്ടാണ് ഇളയമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് കരഞ്ഞുകൊണ്ട് വിഷമത്തോടെ സുനീതിയോട് ചോദിക്കുമ്പോൾ സുനീതി ദൃഢതമമായ വിശ്വാസത്തോടെ അവിടെ ഭർത്താവിനെ തെറി വിളിച്ചില്ല, ഭർത്താവിനോട് പരാതി പറഞ്ഞില്ല, സുന്ദരിയായ രണ്ടാമത്തെ ഭാര്യയോടും പരാതി പറഞ്ഞില്ല. പറഞ്ഞു ദൃഢതമമായ വിശ്വാസത്തോടെ അത് ഭഗവാന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ധ്രുവൻ ചോദിച്ചു, ആരാണ് ആ ഭഗവാൻ? സാക്ഷാൽ നാരായണൻ കൃഷ്ണനാണ്, ആ കൃഷ്ണനോട് പോയി ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ദൃഢമായ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഭഗവാന്റെ അടുത്ത് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ധ്രുവൻ അവിടുന്ന് ഇറങ്ങുകയാണ്. വഴിക്ക് നാരദ മഹർഷിയെ കാണും. നാരദ മഹർഷി പറയും, നീ പിഞ്ചു കുഞ്ഞാണ്, നിനക്ക് വനത്തിൽ പോയി ഇരിക്കാൻ പറ്റില്ല, വന്യമൃഗങ്ങളുണ്ട്, നിനക്കതിനുള്ള പ്രായമല്ല, നീ തിരിച്ചു പോകൂ എന്ന് പറയുമ്പോഴും 5 വയസ്സുള്ള ബാലൻ ദൃഢമായ തീരുമാനത്തോടെ നാരദ മഹർഷിയോട് പറഞ്ഞു, ഇല്ല. അമ്മ പറഞ്ഞിരിക്കുന്നു, എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞതിന്റെ ഉത്തരം പറയാൻ കൃഷ്ണന് മാത്രമേ പറ്റുകയുള്ളൂ. മാത്രമല്ല, എനിക്കും അച്ഛനെ പോലെ രാജാവാകണം, ആ രാജ്യം എനിക്ക് തിരിച്ചു കിട്ടണം. പോയി തപസ് ചെയ്തു, മെഡിറ്റേറ്റ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങയെ കണ്ടല്ലോ, അതാണ് അനുഗ്രഹം, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഭഗവാൻ വിട്ടില്ല. ഭഗവാൻ അറിഞ്ഞു ആ ഭക്തന്റെ 5 വയസ്സുള്ള ആ ബാലന്റെ മനസ്സിന്റെ വിഷമം ഭഗവാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? ഭഗവാനും ആ ബാലനും തമ്മിലുള്ള, ആ ധ്രുവനും തമ്മിലുള്ള, ആ ഭക്തനും തമ്മിലുള്ള ദൃഢതമമായ ബന്ധം. അങ്ങനെ ഒരു ബന്ധം നമ്മളിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി കിട്ടുകയുള്ളൂ. അതിൽ യാതൊരു സംശയവുമില്ല. ആ ദൃഢത
ചേർക്കാനുള്ള, ആ ദൃഢതയുടെ കാഠിന്യം കൂട്ടാനുള്ള കണ്ണിയാണ്, ചങ്ങലയിലെ കണ്ണികളാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ചങ്ങലയിലെ ഓരോ കണ്ണികളാണ്. ഈ കണ്ണികളെ കോർത്ത് 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 കൊണ്ടുപോകുമ്പോൾ ഭഗവാനുമായിട്ട് നമ്മൾ ദൃഢതമമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ മധുരാപുരിയിലേക്ക് പോകുന്ന ഭഗവാന്റെ മധുരാപുരി ചരിതം ഞാൻ പറയുന്നത് ഗർഗഭാഗവതം റഫർ ചെയ്തുകൊണ്ടാണ്. ഇത്രയും മനോഹരമായിട്ട് ഭഗവാനെയും രാധാറാണിയെയും രചിച്ചിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥം വേറെയില്ല. നാരദ മഹർഷിയോട് ഭഗവാന്റെ ഭക്തനായ ബാഹുലാശൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം നാരദൻ ബാഹുലേശ മഹാരാജനോട് പറയുകയാണ്, അങ്ങ് വളരെ പുണ്യാത്മാവാണ്. കാര്യം അങ്ങ് പുണ്യാത്മാവായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായി കേട്ടത്, നാരദ മഹർഷി പറയാണ്, ഞാൻ ആദ്യമായി കേട്ടത് ദ്വാരകയിൽ വെച്ചിട്ട് അങ്ങയെയും ശ്രുതദേവൻ എന്ന മറ്റൊരു ബ്രാഹ്മണനെയും എപ്പോഴും ഭഗവാൻ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ നമ്മുടെ ഒരു സെഷനിൽ പറഞ്ഞിരുന്നു, ഭാഗവതോത്തമൻ എന്ന് പറയുന്നത് ആരെയാണ് എന്ന്. ഭാഗവതര്, ഭാഗവതോത്തമൻ. ഈ ഭാഗവതോത്തമൻ എന്ന് പറയുന്നത് ആരെയാണ്? ആരാണോ ഭഗവാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തൻ അവരെയാണ്. അതെ, എപ്പോഴും ഭഗവാന്റെ മനസ്സിൽ ഏതൊരു ഭക്തനാണോ സ്ഥിരമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും ഏതൊരു ഭക്തനെയാണോ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭക്തനെയാണ് ഭാഗവത ഉത്തമൻ എന്ന് പറയുന്നത്. അങ്ങനെ വലിയൊരു ഭാഗവത ഉത്തമനായിരുന്നു ബാഹുലേശ മഹാരാജ. അവിടെ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ചും അതിനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും പറയുകയാണ്. ഇനി ഞാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ എഴുന്നള്ളിയ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. ഈ വരാഹകൽപ്പത്തിലാണ് അതുണ്ടായത്. അസുരന്മാരുടെയും ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെയും ഭാരം സഹിക്കവയ്യാതായപ്പോൾ ഭൂമിദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ച് അനാഥയെ പോലെ ഉറക്ക കരഞ്ഞുകൊണ്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ഭൂമിദേവിയെ സമാധാനിപ്പിച്ചിട്ട് ദേവന്മാരെയും ശ്രീ പരമേശ്വരനെയും കൂട്ടി ശ്രീഹരിയുടെ വൈകുണ്ഠത്തെത്തി. അനന്തകോടി ബ്രഹ്മാണ്ടപതിയായ ശ്രീകൃഷ്ണനെ സമീപിക്കാൻ മഹാവിഷ്ണു ബ്രഹ്മാവിനെ ഉപദേശിച്ചു. മഹാവിഷ്ണുവിനും ഉപരിയായി മറ്റൊരു ദേവനെ തനിക്ക് പരിചയമില്ലെന്നും അതുകൊണ്ട് ശ്രീകൃഷ്ണ സന്നിധിയിലേക്കുള്ള മാർഗം കാണിച്ചു തരുവാൻ കനിവുണ്ടാകണമെന്നും ബ്രഹ്മാവ് അപേക്ഷിച്ചു. അങ്ങനെ ആ വഴി, ആ ചാനല് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മാണ്ടത്തിന്റെ മുകളിൽ ശ്രീ വാമനമൂർത്തിയുടെ ഇടത്തെ കാലിന്റെ പെരുവിരൽ തട്ടിയുണ്ടായതും ബ്രഹ്മദ്രവം ഒഴുകി വരുന്നതുമായ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. മഹാവിഷ്ണുവും കൂടെ പുറപ്പെട്ടു. വിഷ്ണുവും ബ്രഹ്മാവും ദേവന്മാരും ജലവാഹനം വഴിക്ക് ബ്രഹ്മാണ്ടത്തിന് പുറത്തെത്തി. അവിടെ എത്തി നോക്കുമ്പോൾ വെള്ളത്തിൽ പന്തുകൾ പോലെ പൊങ്ങിക്കളിക്കുന്ന അനവധി ബ്രഹ്മാണ്ടങ്ങൾ, ഗാലക്സികൾ അവർക്ക് കാണാനിടയായി. അവിടെ നിന്നും കോടിക്കണക്കിന് യോജന അകലെ അവർ വിരജാ നദിയുടെ തീരത്തെത്തി. വിരജാ നദിയുടെ കരയിൽ 1000 ഫണങ്ങളുള്ള ആദിശേഷനെയും, ആദിശേഷൻ ആരാണ്? ബലരാമൻ. ആദിശേഷനെയും
ആദിശേഷന്റെ മടിയിൽ ഗോലോകവും അവർക്ക് ദൃശ്യമായി. പിന്നീട് അങ്ങോട്ട് കൃഷ്ണഭാഷതന്മാരാൽ തടയപ്പെട്ടതുകൊണ്ട് അവിടെ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല. ബ്രഹ്മാവും ദേവന്മാരും വന്ന വിവരം അന്തഃപുരത്തിൽ ചെന്ന് അറിയിച്ചപ്പോൾ അവിടെ ദ്വാരപാലകന്മാർ അവരെ തടഞ്ഞു. അപ്പം ദ്വാരപാലകന്മാര് ചെന്നിട്ട് ഭഗവാന്റെ അന്തഃപുരത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, ഒരു കൂട്ടം ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടുന്ന് ഭഗവാൻ ചന്ദ്രാനന എന്ന ഭഗവാന്റെ തോഴിയെ പറഞ്ഞു വിടുന്നു. അപ്പോ ചന്ദ്രാനന ചോദിക്കും, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ്? ഞാൻ നിങ്ങൾ വന്ന വിവരം ഭഗവാനെ അറിയിക്കാം. ഈ ചോദ്യം കേട്ട ദേവന്മാർ പകച്ചു നിന്നു. ഇനിയും ബ്രഹ്മാണ്ടങ്ങളോ? അപ്പോഴാണ് ബ്രഹ്മാവിന് സംശയം വന്നത്, ഇങ്ങനെയും ബ്രഹ്മാണ്ടങ്ങളുണ്ടോ? അമ്പരം നിൽക്കുന്ന ദേവന്മാരോട് ചന്ദ്രാനന പറഞ്ഞു, ബ്രഹ്മാണ്ടങ്ങൾ കോടിക്കണക്കിനുണ്ട്. സ്വന്തം വസതിയുടെ പേര് കൂടി അറിയാത്ത നിങ്ങൾ വിഡ്ഢികൾ തന്നെ. ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന വിഷ്ണു പറഞ്ഞു. അപ്പോൾ വിഷ്ണു സഹായത്തിന് വന്നു. അങ്ങനെ വിഷ്ണു പറഞ്ഞു, ഏതൊരു ബ്രഹ്മാണ്ടത്തിലാണോ കൃഷ്ണഗർഭൻ അവതരിച്ചത്, വാമനമൂർത്തിയുടെ കാൽനഖം തട്ടിയുടഞ്ഞ ആ ബ്രഹ്മാണ്ടത്തിലാണ് ഇവരുടെ വാസം. ആ ലക്ഷണം പറഞ്ഞു. ഇത് കേട്ട ചന്ദ്രാനന വിഷ്ണുവിനെ അഭിനന്ദിച്ചു. അവർക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി. അത്യുത്കൃഷ്ടമായ ഗോലോകത്തിന്റെ അന്തർഭാഗം കണ്ട് അവരെല്ലാം വിസ്മയാധീനരായി. ഗിരിരാജനായ ഗോവർദ്ധന, കോടിക്കണക്കിന് പശുക്കൾ, കൽപ്പവൃക്ഷങ്ങൾ, ലതാനുകുഞ്ചങ്ങൾ, സുന്ദരിമാരായ ഗോപസ്ത്രീകൾ, പരമരമണീയമായ വൃന്ദാവനം എന്നിവയെല്ലാം അവർക്ക് കാണാറായി. വൃന്ദാവനത്തിന്റെ മധ്യത്തിലായി 32 വനങ്ങളോടുകൂടിയ നിജ നികുഞ്ചം എന്നൊരു വള്ളിക്കുടൽ. നോട്ട് ചെയ്യണം. വൃന്ദാവനത്തിന്റെ മധ്യത്തില് 32 വനങ്ങളോടുകൂടിയ നിജ നികുഞ്ചം. ഇപ്പോഴും ആ വനങ്ങളുണ്ട്. വനങ്ങളുടെ പേരുകൾ ഇപ്പോഴും അവിടെയുണ്ട്. പിന്നെ അവിടെ വലിയൊരു പേരാൽ വൃക്ഷം, അക്ഷയവടമെന്ന ഊക്കനൊരു പേരാൽ മരം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. രത്നങ്ങൾ പാകിയതും മുകളിൽ വിധാനിച്ചതുമായ വിസ്തൃതമായ ഒരങ്കണം. നിജനികുഞ്ചത്തിന്റെ മധ്യത്തിലെത്തി ദേവന്മാർ ആ അങ്കണത്തിൽ വിനയാന്യതരായി നിന്നു. അവിടെ ഇത്രയെല്ലാം കണ്ടിട്ട് അവിടെ ചെന്നു. ഇനി മഹാ അത്ഭുതകരമായ ഒരു സംഭവം ദേവന്മാര് കാണാൻ പോവുകയാണ്. അവിടെ 1000 ഇതളുകളുള്ള ഒരു താമരപ്പൂവും അതിന് മീതെ 7 ഇതളുകളുള്ള വേറൊരു താമരപ്പൂവും അതിന് മുകളിൽ 3 ചവിട്ടുപടികളുള്ള രത്നമയമായ ഒരു സിംഹാസനവും അവർക്ക് കാണാറായി. ആ ദിവ്യ സിംഹാസനത്തിൽ രാധാദേവിയോടൊന്നിച്ച് ഇരുന്ന് അരുളുന്ന ശ്രീകൃഷ്ണനെ അവർ കണ്ടു. മോഹിനി മുതലായ 8 സഖീജനങ്ങളും സുദാമാവ് തുടങ്ങിയ 8 ഗോപസഖാക്കളും അവരെ പരിചരിക്കുന്നു. നീലമേഘവർണ്ണനായി, പീതാംബരധാരിയായി, നീണ്ടിടംപെട്ട താമര കണ്ണുകളുള്ളവനായി, കയ്യിൽ മുരളിയും ധരിച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് അവർ എല്ലാവരും അവിടെ തന്നെ സാഷ്ടാംഗം പ്രണമിച്ചു. കസ്തൂരി തിലകം ഗദാടപടലേ വട്ടസ്ഥലേ കൗസ്തുഭം, കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം, നാസാഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ കങ്കണം, സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേജ മുക്താവലി, ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി, കസ്തൂരി തിലകം ലതാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം, നാസാഗ്രേ വരമൗക്തികം കരതലേ വേണു കരേ കങ്കണം, സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേജ മുക്താവലി, ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. ഭഗവാന്റെ ആ മനോഹരമായ കാഴ്ച കണ്ടിട്ട് അവരെല്ലാവരും അവിടെ തന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ മഹാവിഷ്ണു അവരുടെ കൂട്ടത്തിൽ നിന്നും മുന്നോട്ട് നീങ്ങി ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നു, മെർജ് ചെയ്തു. കാര്യം ഭഗവാന്റെ അംശമാണ് മഹാവിഷ്ണു. അപ്പോൾ
ഭഗവാന്റെ അടുത്തെത്തിയപ്പോഴത്തേന് മഹാവിഷ്ണു ഭഗവാനിൽ മെർജ് ചെയ്തു. ഉടൻ തന്നെ പൂർണ്ണനായ നരസിംഹമൂർത്തിയും ശ്വേതാധിപനായ ശ്രീഹരിയും സീതാസമേതനായ ശ്രീരാമനും ദക്ഷിണ എന്ന പത്നിയോടുകൂടി യജ്ഞമൂർത്തിയായ നാരായണനും ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ലയിച്ചുയർന്നു. ഇതെല്ലാം കണ്ട് ആശ്ചര്യസിദ്ധരായ ബ്രഹ്മാവും ദേവന്മാരും ശ്രീകൃഷ്ണൻ പരിപൂർണതരമെന്നറിഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു. പരാൽപരനും യജ്ഞപതിയും രാധാവരനും പുരാണപുരുഷനും ഗോലോകവാസിയുമായ നിന്തിരുവടിക്ക് നമസ്കാരം. വൃന്ദാവനത്തിന്റെയും ഗോവർദ്ധനത്തിന്റെയും ഗോലോകത്തിന്റെയും നാഥനായ ഗോപവേഷം ധരിച്ച് രാധിയാവല്ലഭനായി പീഡിക്കുന്ന അവിടുന്ന് ധർമ്മപ്രവാഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കണമേ. എന്നിങ്ങനെയുള്ള ദേവന്മാരുടെ സ്തുതി കേട്ട് അത്യന്തം പ്രസന്നനായ ഭഗവാൻ പറഞ്ഞു, ഹേ ബ്രഹ്മ ശങ്കരന്മാരെ, ദേവന്മാരെ, കേൾക്കുവിൻ. എന്റെ ആജ്ഞയനുസരിച്ച് നിങ്ങളുടെ സ്ത്രീജനങ്ങളും യാദവ കുലത്തിൽ ചെന്ന് ജനിക്കുവിൻ. ഞാൻ അവിടെ അവതരിച്ച് ഭൂത്ഭാരം തീർത്തുകൊള്ളാം. എന്റെ വചനങ്ങൾ വേദങ്ങളും, അവിടെയാണ് നാരായണ കവചം അല്ലെങ്കിൽ വിരാട പുരുഷ രൂപത്തിലെ പുരുഷ സൂക്തം വരുന്നത് അവിടെയാണ്. ആ പുരുഷ സൂക്തമാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. എന്റെ വചനങ്ങൾ വേദങ്ങളും, മുഖം ബ്രാഹ്മണരും ശരീരം ഗോക്കളും അംഗങ്ങൾ ദേവന്മാരുമാകുന്നു. സജ്ജനങ്ങളാണ് എന്റെ ജീവൻ. യുഗം തോറും ദുർജനങ്ങൾ ധർമ്മം, യാഗം, ദയ എന്നിവയെ ബാധിക്കുന്നത് എപ്പോഴാണോ അപ്പോഴപ്പോൾ ഞാൻ നേരിട്ട് വന്ന് അവതരിക്കുന്നതാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അവിടെ ഇത്രയൊക്കെ ആയപ്പോഴത്തേന് ദേവന്മാര് സന്തോഷിച്ചു പോയി. അപ്പോഴാണ് രാധാദേവിയുടെ റോള് വരുന്നത്. രാധാദേവി കുണ്ഠിതപ്പെട്ടു. രാധാദേവി വിടുമോ ഭഗവാനെ? വിടില്ല. അപ്പോഴാണ് രാധാദേവി പറഞ്ഞത്, എന്നെ കൂടാതെ അങ്ങേക്ക് എങ്ങനെ പോകാൻ തോന്നും? എങ്ങനെ അവർക്ക് വാക്കു കൊടുക്കും എന്ന് പറയുന്നു, ചോദിച്ചു. അപ്പം ഭഗവാൻ രാധയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, രാധേ, നീ കുണ്ഠിതപ്പെടരുത്. നാം രണ്ടുപേരും ഒരുമിച്ച് ഭൂമിയിൽ അവതരിക്കും. പക്ഷേ വൃന്ദാവനവും, അപ്പോഴാണ് രാധാറാണി പറയുന്നത്, വൃന്ദാവനവും ഗോവർദ്ധനഗിരിയും യമുനാ നദിയും ഇല്ലാത്തിടത്ത് എനിക്ക് യാതൊരു സുഖവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഭഗവാൻ വീണ്ടും സമാധാനിപ്പിക്കും. രാധയുടെ അഭീഷ്ടം നിറവേറ്റാനായി ഭഗവാൻ ലോകത്തിൽ നിന്നും ഗോലോകത്തിൽ നിന്നും 84 നാഴിക ഭൂമിയും ഗോവർദ്ധനവും യമുനാ നദിയും ഭൂമിയിൽ പോകട്ടെ എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ അവിടുന്ന് വൃന്ദാവനത്തിന്റെ നേരെ റിഫ്ലക്ഷൻ ഭൂമിയിലും വന്നു. ഇനി ഭഗവാൻ ഓരോരുത്തരുടെ റോളുകൾ വെൽ പ്ലാൻഡ് ആണ്. ഭഗവാൻ ഇതേ സിസ്റ്റമാണ് നമ്മളും തീരുമാനിക്കേണ്ടത്. നമ്മളൊരു കാര്യത്തോട് അടുക്കുമ്പം നമ്മൾ വെറുതെ കയറി പോവുകയല്ല, നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഏതിനും ഒരു വിജയം കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെ പറയുകയാണ്, ഞാൻ എവിടെ ജനിക്കണം, ഈ ദേവന്മാർ ഏതേത് ഗ്രഹങ്ങളിൽ എന്തെന്ത് പേരുകളിൽ ജനിക്കണം. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, എന്റെ കലയായ ആദിശേഷൻ രോഹിണിയിൽ ജനിക്കും, ശ്രീദേവി രുക്മിണിയായും, പാർവതി ജാമ്പവതിയായും, തുളസി സത്യയായും, ഭൂമി സത്യഭാമയായും, ദക്ഷിണ ലക്ഷ്മണയായും, വിരജ കാളിന്തിയായും, ഗംഗ മിത്രബിന്ദയായും അവതരിക്കും. രുക്മിണിയിൽ കാമദേവൻ പ്രത്യുപ്തനായി ജനിക്കും. അങ്ങ് ബ്രഹ്മാവിനോടാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് പ്രത്യുപ്തനപുത്രനായ അനിരുദ്ധനായി ജനിക്കുക. അഷ്ടവസുക്കളിൽ ദ്രോണൻ എന്ന വസു നന്ദനായിട്ടും, ധര എന്ന ദ്രോണപത്നി യശോദയായും, സുചന്ദ്രൻ വൃഷഭാനുവായും, കലാവതി കീർത്തിയായും ഭവിക്കും. കീർത്തിയിൽ രാധ ജനിക്കും. അമ്പാടിയിൽ ഞാൻ എപ്പോഴും രാസക്രീഡ ചെയ്യുന്നതാണ്. നന്ദൻ, ഉപനന്ദൻ, ഭവനൻ, സീതാമാവ്, സുബലൻ, സ്തോകൻ, കൃഷ്ണൻ, അർജുനൻ, അംശു എന്നിവർ നവനന്ദന്മാർ എന്നറിയപ്പെടും. അതുപോലെ വിശാലൻ, ഋഷഭൻ, തേജസ്വി, ദേവപ്രസ്ഥൻ, വരുപതൻ എന്നിവർ തന്റെ സഖാക്കളും 6 വിഷപാനുക്കളിൽ ചേർന്നവരുമാണ്. അങ്ങനെ ഭഗവാൻ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കുമെന്നുള്ളത് ഭൂമി ദേവിയുടെ ഭക്തിയോടെയുള്ള വിശ്വാസത്തോടെയുള്ള ആവശ്യപ്രകാരം. അങ്ങനെ ഭഗവാൻ ദേവകിയിൽ പ്രത്യക്ഷപ്പെടാൻ
ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവരുടെ മനസ്സിൽ ആവേശിച്ചു. വസുദേവന്റെ മനസ്സിൽ നിന്നും ഭഗവത് സ്വരൂപം ദേവകിയിലേക്ക് പകർന്നു. ദേവകി ഗർഭവതിയായി. തേജോവതിയായ ദേവകിയെ കണ്ട് കംസൻ ഭയപ്പെട്ടു. ശിശു ജനിച്ച ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് കാവൽക്കാരെ ശട്ടം കിട്ടി. കംസൻ സ്വന്തം രാജധാനിയിലെത്തി. തന്റെ അന്തകൻ ഉടനെ തന്നെ ജനിക്കുമെന്ന ഭീതി കംസനിൽ വളർന്നു. നോക്കുന്നിടത്തൊക്കെ തന്റെ പൂർവ്വവൈരിയായ ശ്രീഹരിയെ കാണുന്നതായി കംസന് തോന്നി. നാരദൻ തുടർന്നു, മിഥിലാപതേ, അവതാര സമയമെടുത്തപ്പോൾ ദിക്കംഗം നിർമ്മലമായി. സുഗന്ധവാഹിനിയായ മന്ദമാരുതൻ വീശിത്തുടങ്ങി. മേഘങ്ങൾ ചാറൽ മഴ പെയ്തു. ഭാദ്രമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ ചന്ദ്ര ഉദയ സമയത്ത് ഗൗരി ഗൃഹത്തിൽ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും അരണിയിൽ നിന്നും അഗ്നി കണക്കെ ഭഗവാൻ ശ്രീഹരി അവതരിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തമ്മത്ഭുതം ബാലകം. ശില്പമാതാജി ചൊല്ലാമോ? തമ്മത്ഭുതം ബാലകം ചതുർഭുജം. Yeah, okay. തമ്മത്ഭുതം ബാലകം അംബുജക്ഷണം. നാലാമത്തെ പേജ്, ഫോർത്ത് പേജ്. ശുക്ലാം ഭരതരമാണ്. ഫോർത്ത് പേജ് വരും. തമ്മത്ഭുതം ബാലകം അംബുജക്ഷണം. ഞാൻ ഫോർത്ത് എഴുതിയിട്ടുണ്ട്. ചതുർഭുജം ശംഖഗദ ആദി ഉദായുധം. എനിക്ക് മലയാളം ശരിക്ക് തമ്മത്ഭുതം. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. തമ്മത്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖഗദാദി ഉദായുധം ശ്രീവത്സരേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഘവൈഡൂര്യ കിരീട കുണ്ടലം തിഷാ പരിഷക്ത സഹസ്ര കുന്തളം ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാധിപീർ വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവര് ഭഗവാനെ കാണുകയാണ്. തമ്മത്ഭുതം ബാലകം അംബുജക്ഷണം. വളരെ അത്ഭുതത്തോടെയാണ് ആ ബാലനെ കാണുന്നത്. ചതുർഭുജം ശംഖഗദാദി ഉദായുധം. 4 തൃക്കരങ്ങൾ കൂടിയാണ് ഭഗവാൻ പ്രത്യക്ഷനായത്. ശ്രീവത്സരേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയൂത സൗഭഗം. മഞ്ഞപ്പട്ടു ഉടുത്തിരിക്കുകയാണ്. മഹാർഘവൈഡൂര്യ കിരീടകുണ്ടലം. വൈഡൂര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന കിരീടം ധരിച്ചിരിക്കുകയാണ്. തിഷാ പരിഷക്ത സഹസ്ര കുന്തളം. നീണ്ട ഇടതൂർന്ന ചുരുണ്ട മുടികള് കുന്തളം. തിഷാ പരിഷക്ത സഹസ്ര കുന്തളം ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാധിപ്. കരങ്ങളെല്ലാം വളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാധിപ് വിരോചമാനം വസുദേവ ഐക്ഷത. ഭഗവാനെ കാണാൻ അത്രയേറെ വസുദേവര് നിർനിമേഷനായിട്ട് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമ്മത്ഭുതം ബാലകം അംബുജക്ഷണം ചതുർഭുജം ശംഖഗദാദി ഉദായുധം ശ്രീവത്സരേഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഘവൈഡൂര്യ കിരീട കുണ്ടലം തിഷാ പരിഷക്ത സഹസ്ര കുന്തളം ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാധിപേ വിരോചമാനം വസുദേവ ഐക്ഷത. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചോളൂ മാതാജി. Yeah. Vasudeva then saw the newborn child who had very wonderful lotus-like eyes and who bore in his 4 hands the 4 weapons, Shankha, Chakra, Gadha and Padma. On his chest was the mark of Srivatsa and on his neck the brilliant Kaustubha gem. Dressed in yellow
his body blackish like a dense cloud, his scattered hair fully grown, and his helmet and earrings sparkling uncommonly with the valuable gem Vaiduria. The child, decorated with a brilliant belt, armlets, bangles, and other ornaments, appeared very wonderful. ഹരേ കൃഷ്ണ. ബാലാക്കപ്രഭ ചിന്തുന്ന പൊൻകിരീടം, തരിവള, കടകം, കൗസ്തുഭം, ശംഖചക്ര ഗദാ പത്മങ്ങൾ വിലസുന്ന 4 തൃക്കൈകൾ എന്നിവയോടുകൂടി നീലമേഘശ്യാമളവർണ്ണനും പീതാംബരധാരിയുമായി ഭഗവാൻ ദേവകി വസുദേവന്മാരുടെ പുരോഭാഗത്ത് തിളങ്ങി. പുത്രത്വേന അവതരിച്ച ഹരിയുടെ അത്ഭുതാധീനനായി നോക്കിക്കണ്ട വസുദേവൻ 1,00,000 പശുക്കളെ ബ്രാഹ്മണർക്കായി മനസ്സുകൊണ്ട് ദാനം ചെയ്തു. ബദ്ധാഞ്ജലിയായി നിന്നുകൊണ്ട് ദേവകി വസുദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു. കംസഭയത്തിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. സുസ്മേരവദനായി ഭഗവാൻ അരുളി ചെയ്തു, പൂർവസർഗത്തിൽ കൃഷ്ണയും സുതപസ്സുമായിരുന്ന നിങ്ങൾ സന്താനാർത്ഥം എന്നെ